ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിനായി ബി.ജെ.പി. അംഗം തുടങ്ങിക്കഴിഞ്ഞു. എന്തു വില കൊടുത്തും പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള പരക്കം പാച്ചിലിലാണ് ബി.ജെ.പി. ഇപ്പോഴിതാ പാർട്ടി രാജ്യവ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഇതിനായി ദേശീയ തലത്തിൽ രൂപവൽക്കരിച്ച സമിതിയിൽ കേരളത്തിൽ നിന്ന് ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി അംഗമാണ്. ഒറ്റ തിരഞ്ഞെടുപ്പ് വിഷയം വിശദീകരിക്കാൻ സംസ്ഥാനങ്ങൾ തോറും സമ്മേളനങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയവ വിളിച്ചു ചേർക്കും. മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുക, പ്രമുഖ മീഡിയ ഇൻഫ്ലുവൻസറുമായി ചർച്ച നടത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരണം സംഘടിപ്പിക്കുക, പാർലമെന്റ് അംഗങ്ങൾ അടക്കമുള്ള ജനപ്രതിനിധികൾ ഒറ്റ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രചരണത്തിന് നേതൃത്വം നൽകുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ദൗത്യങ്ങൾ. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേതൃത്വം നൽകുന്ന സമിതിയിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ, ദേശീയ സെക്രട്ടറിമാരായ ഓം പ്രകാശ് ധൻഖഡ്, സുരേന്ദ്ര നാഗർ, കാമാഖ്യ പ്രസാദ് താസ തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മേൽനോട്ട ചുമതലയാണ് അനിൽ ആന്റണിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും പുതിയ പദ്ധതി കൊണ്ടുവരാൻ ബി.ജെ.പി. അല്പം വിയർക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. അത്തരം നീക്കങ്ങൾക്ക് കേരളത്തിൽ ഒരു പച്ചക്കൊടി പോലും ഉയരുമെന്ന പ്രതീക്ഷയും നല്ലതിനല്ല. പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന കാഴ്ചകളാവും ഇനി കാണുക. അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിക്കാൻ വേണ്ടി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു ഉന്നതതല സമിതിയെയാണ് നിയോഗിച്ചിരുന്നത്. ഇവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2029 ഒറ്റ തിരഞ്ഞെടുപ്പ് ആവാം എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് അനുവദിക്കുന്നതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തപരവുമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം. രാജ്യത്ത് എല്ലാ വർഷവും ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഉന്നതതല സമിതിയുടെ കണ്ടെത്തൽ. ഇതിന് പരിഹാരമായാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ സമിതി ശുപാർശ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തണമെന്നും രണ്ടാം ഘട്ടമെന്ന നിലയിൽ 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം സഭ സമ്മേളിക്കാനുള്ള തീയതി സംബന്ധിച്ച വിജ്ഞാപനം രാഷ്ട്രപതിക്ക് പുറപ്പെടുവിക്കാം. അതിനുശേഷം ഏതെങ്കിലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നാൽ ആ നിയമസഭയുടെ കാലാവധി കുറച്ച് അടുത്ത പൊതു തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്ന വിധത്തിൽ ക്രമീകരണം നടത്തണം. കൂടാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ തൂക്കുമന്ത്രിസഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയതായി രൂപീകരിക്കുന്ന സർക്കാരിന്റെ കാലാവധി അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനിക്കും. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടിക്രമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് ഉറപ്പാക്കാൻ ഒരു സമിതിയെ രൂപീകരിക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. കൂടാതെ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കുമായി ഒറ്റ വോട്ടർ പട്ടികയും ID കാർഡും സൃഷ്ടിക്കുന്നതിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 325 ഭേദഗതി ചെയ്യാൻ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, CPIM തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഉന്നതതല സമിതിയുടെ ശുപാർശകളോട് കടുത്ത എതിർപ്പിലാണ്. എന്ത് സംഭവിച്ചാലും ഈ നിയമം അംഗീകരിക്കില്ലെന്ന കടുത്ത വാശിയിലാണ് ഇവർ.